നമസ്കാരം. കെ.എം. മാണി ഉണ്ടെങ്കിൽ കൊന്നേനെ അവനെയൊക്കെ. ജോസിന്റെ പാർട്ടിയുടെ വളർച്ച പടവലം പോലെ ആയി പോകുന്നു എന്നുള്ള സംശയമുണ്ട്. പക്ഷെ അതൊന്നും സമ്മതിക്കില്ല കേട്ടോ ഇവരാരും. കാരണം ഇപ്പൊ കഴിഞ്ഞു പോയതടക്കം 4 തെരഞ്ഞെടുപ്പുകൾക്കും കെ.എം. മാണി സാറിന്റെ മരണത്തിന് ശേഷം 7 വർഷത്തിനിടെ ആദ്യമായിട്ട് പാലാ നിയോജക മണ്ഡലത്തിൽ ഭൂരിപക്ഷം തിരിച്ചുപിടിച്ച് കേരള കോൺഗ്രസ് എം ഒപ്പം ഇടതുമുന്നണിയും എത്തുന്നു എന്നാണ് അവകാശവാദം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലായിൽ LDF നേടിയത് 2198 വോട്ടുകളുടെ ലീഡാണ് എന്ന് പറയപ്പെടുന്നു. അത് ഈ ആഞ്ഞു വീശിയ സർക്കാർ വിരുദ്ധ തരംഗത്തിൽ പോലും ഈ രണ്ടിലെ ഇങ്ങനെ വാടാതെ നിൽക്കുകയായിരുന്നു എന്നുള്ള വല്ലാത്ത ആത്മപ്രശംസ നടത്തുകയാണ് ജോസ് കെ മാണി. 4 തിരഞ്ഞെടുപ്പുകൾ നടന്ന 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് പാലായിൽ അത്തരത്തിലൊരു ഭൂരിപക്ഷം തിരിച്ചുപിടിക്കുവാൻ കേരള കോൺഗ്രസ് എമ്മിനായത് എന്നെങ്കിലും ഓർക്കുക. ഇപ്പോൾ പൂർത്തിയായ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മണ്ഡലം തലവോട്ട് അവലോകനം പൂർത്തിയായപ്പോൾ UDF-നേക്കാൾ ഏകദേശം 2198 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പാലാ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനുള്ളത് എന്നുള്ളതാണ്. കെ.എം. മാണി സാറിന്റെ മരണശേഷം 2019 നടന്ന പാലാ ഉപതെരഞ്ഞെടുപ്പിലാണ് സമീപകാലത്ത് ആദ്യമായിട്ട് കേരള കോൺഗ്രസ് ഉൾപ്പെട്ട മുന്നണിക്ക് ഭൂരിപക്ഷം നഷ്ടമായത്. അന്ന് UDF മുന്നണിയിൽ പാലായിൽ മത്സരിച്ച അഡ്വക്കേറ്റ് ജോസ് ടോം ഏകദേശം 2700 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് മാണി സി കാപ്പനോടന്ന് പരാജയപ്പെട്ടത്. തൊട്ടു പിന്നാലെ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തേക്ക് മുന്നണി മാറി മത്സരിച്ചപ്പോൾ ജോസ് കെ മാണിക്ക് 16,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കാപ്പനോട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് ചരിത്രമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്? കെ.എം. മാണിയുടെ മകനാണല്ലോ ജോസ് കെ മാണി. എന്തുകൊണ്ടാണ് 16,000 പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയത്? അതെന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഒരു വിശകലനം നടത്താത്തത്? അപ്പോൾ താൻ പരാജയപ്പെടുമ്പോൾ താൻ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധമെങ്കിലും ഈ പറയുന്ന ജോസ് കെ മാണി എന്ന് പറയപ്പെടുന്ന നേതാവിന് ഉണ്ടാകണ്ടേ? മാത്രമല്ല, കെ.എം. മാണിയെ പോലൊരു പരിണിതപ്രജ്ഞനായ നേതാവ് വേണമെങ്കിൽ കേരള കോൺഗ്രസിന്റെ ചാണക്യൻ എന്ന് പറയപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചാണക്യൻ തന്നെയായിരുന്നു കെ.എം. മാണി. അദ്ദേഹത്തിന് ഉണ്ടായ പുത്രൻ ഇത്തരത്തിൽ തന്റെ പരാജയം എന്താണ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ ഇപ്പോൾ 7 വർഷങ്ങൾക്ക് ശേഷം 2000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടിയതിനെ വാതോരാതെ സംസാരിക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഇനി വരട്ടെ. വീണ്ടും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച തോമസ് ചാഴിക്കാടനും പാലാ നിയോജക മണ്ഡലത്തിൽ ഏകദേശം 12,000 വോട്ടുകൾക്ക് പിന്നിൽ പോയി. അതെന്തുകൊണ്ടാണ് കാണാത്തത്? 2024 കണക്കാ പറയുന്നത്. ഇനി പിന്നീട് നടക്കുന്നത് ഇപ്പോഴത്തെ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല പഞ്ചായത്തുകളിലും നഗരസഭയിലും ഭരണം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടതായിരുന്നല്ലോ. നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയെങ്കിലും കേവല ഭൂരിപക്ഷത്തിന് 1 സീറ്റിന്റെ കുറവിൽ ഭരണം നഷ്ടമായി. കരൂർ പഞ്ചായത്തിലും അത് തന്നെയാണ് സാഹചര്യം. അപ്പോൾ ഇതൊക്കെയാണെങ്കിലും ആഞ്ഞു വീശിയ ഇടത് സർക്കാർ വിരുദ്ധ തരംഗത്തിലും കാര്യമായ പോറലേൽക്കാതെ കേരള കോൺഗ്രസ് പിടിച്ചു നിന്നു എന്നതിന്റെ തെളിവാണ് വോട്ടുനില എന്ന് പറയപ്പെടുന്ന നമ്മുടെ ജോസ് കെ മാണി. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ വീഴ്ചകളിൽ നിന്ന് നിങ്ങൾ വീഴ്ചകളിലേക്ക് പോകുന്നു. ഇതാണോ നിങ്ങളുടെ വളർച്ച? പടവലം പോലെയാണോ വളരേണ്ടത് ഒരു സർക്കാർ? ഒരു കണക്ക് പറയുന്നത് ഇങ്ങനെയാണ്. പാലാ നഗരസഭയിൽ 1175, മുത്തോലി പഞ്ചായത്തിൽ 2354, മന്നലൂർ പഞ്ചായത്തിൽ 261, തലനാട് പഞ്ചായത്തിൽ ഏകദേശം 596 വോട്ടുകളുടെ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനാണ് എന്ന് പറയുന്നു. ആയിക്കോട്ടെ, അതിലെന്താ കുഴപ്പം? ബാക്കിയുള്ള പഞ്ചായത്തുകളിലെല്ലാം പിടിക്കാൻ കഴിഞ്ഞു. കൂടെയുള്ള ബാക്കിയുള്ള പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നല്ലോ, അവിടെയൊക്കെ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു? ഇല്ലല്ലോ. നമുക്കറിയാം, കഴിഞ്ഞ തവണ കോട്ടയം ജില്ലയിൽ BJP ഭരിച്ച ഏക പഞ്ചായത്തായിട്ടുള്ള മുത്തോലി ഇടതുപക്ഷം തിരിച്ചു പിടിച്ചപ്പോൾ ഇവിടെ കേരള കോൺഗ്രസിന് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ട്, സമ്മതിച്ചു. ഇത്തരത്തിൽ കേരള കോൺഗ്രസ് നിന്ന് പിടിച്ചെങ്കിലും ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും CPM CPI സ്ഥാനാർത്ഥികൾക്കുണ്ടായിട്ടുള്ള വീഴ്ചയാണ് മുന്നണിക്ക് ഭരണം നഷ്ടമാകാൻ കാരണമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതേസമയം ഇത്രയും ഇടതുവിരുദ്ധ തരംഗത്തിലും 7 വർഷത്തിന് ശേഷം ഭൂരിപക്ഷം നേടാനായത് നിയോജക മണ്ഡലത്തിൽ കേരള കോൺഗ്രസിനും ജോസ് കെ മാണിക്കും ഉള്ള സ്വാധീനത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി, പാടെ തെറ്റി. നിങ്ങൾ ഈ പറയുന്ന തരത്തിലൊന്നും പാലായിലും കോട്ടയത്തും ഒന്നും ഒരു തരംഗവും ഉണ്ടാക്കാനായിട്ടില്ല നിങ്ങളുടെ ഈ ജോസ് കെ മാണിക്കും ഒപ്പം തന്നെ കേരള കോൺഗ്രസിനും എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു അമിത പ്രതീക്ഷയുണ്ട് ഈ പറയുന്ന ചെറിയ നേരിയ വ്യത്യാസത്തിൽ നേടിയെടുത്ത വോട്ടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്. 7 വർഷത്തിന് ശേഷം 2198 വോട്ടുകൾ നേടിയെടുത്തതിന് ലീഡുണ്ടായി എന്ന് പറയപ്പെടുന്ന വലിയ അവകാശവാദമായിട്ട് കാണരുത്.
4 പഞ്ചായത്തുകൾ നേടിയ ലീഡിനെ ബാക്കിയുള്ള പഞ്ചായത്തുകൾ നേടാതിരിക്കുന്ന ലീഡിനെ കുറിച്ചോ അല്ലെങ്കിൽ നേടാത്ത വോട്ടിനെ കുറിച്ചോ ചിന്തിക്കുന്നുണ്ടോ? എന്തിന് കോട്ടയം എന്ന് പറയപ്പെടുന്ന ജില്ലയ്ക്കുള്ളിൽ എന്ത് സ്വാധീനമാണ് ഈ പറയുന്ന കെ എം മാണിയുടെ കേരള കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത്? എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ഈ പാർട്ടി വിട്ട് UDF-നോടൊപ്പം പോകാൻ തയ്യാറെടുക്കുന്നത്? മനസ്സുകൊണ്ടാണെങ്കിലും ജോസ് കെ മാണിയും അതിന് തയ്യാറാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ജോസ് കെ മാണിക്കും ഇനി LDF-ൽ നിൽക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല. വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചാൽ UDF-നോടൊപ്പം പോകാം. പക്ഷേ ചില അഭിമാന നിമിഷങ്ങൾ ബാക്കിയുണ്ട്. പലപ്പോഴും പറയുന്നത് പോലെ 5 വർഷത്തിന് മുമ്പ് ഞങ്ങളെ അവിടെ നിന്ന് നാണം കെടുത്തി പറഞ്ഞു വിട്ടതാണ് എന്നും അത് മാത്രമല്ല അവിടുന്ന് ചവിട്ടി പുറത്താക്കിയതാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വാർത്തകൾ ഇവർ തന്നെ, ഈ ജോസ് കെ മാണി വിഭാഗം തന്നെ പലപ്പോഴും പറഞ്ഞു പരത്തിയിട്ടുള്ളത് കൊണ്ട് ഇനി സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു നാണക്കേട് നിൽപ്പുണ്ട്. പിന്നെ ഈ രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് എപ്പോഴും അവസരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ അവസരങ്ങളുടെ കലയാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിൽ എവിടെയാണെങ്കിലും കയറി ഗോളടിക്കുക എന്നുള്ളതാണ് ഇതുപോലുള്ള പ്രാദേശിക പാർട്ടികൾ എപ്പോഴും ചെയ്യും. അത് നിങ്ങൾക്കും ചെയ്യാം. ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കെ എം മാണിയെ പോലൊരു നേതാവ് ഇന്നുണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ കൊന്നേനെ. കാരണം ഈ പാർട്ടിയുടെ വളർച്ച, ജോസ് കെ മാണിയുടെ പാർട്ടിയുടെ വളർച്ച എന്ന് പറയപ്പെടുന്ന പടവലം പോലെ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, മുകളിലേക്കല്ല. കെ എം മാണിയെ പോലൊരു പരിണിതപ്രജ്ഞനായ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം നേടിയെടുക്കാത്ത പദവികളില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ തന്ത്രജ്ഞത കൊണ്ട് മാത്രം അദ്ദേഹം നേടിയെടുത്ത പദവികളും അധികാരവും ഒക്കെ നമുക്ക് മുന്നിൽ ചരിത്രമായിട്ട് നിലനിൽപ്പുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കെ എം മാണി സാറിന്റെ ഒരു മരണത്തിന് ശേഷം അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ നേതാക്കന്മാരെ മുഴുവൻ, ഈ കെ എം മാണി വിഭാഗത്തിലുള്ള നേതാക്കന്മാരെ മുഴുവൻ ചാട്ട കൊണ്ടടിച്ചേനെ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കെ എം മാണി ഉണ്ടെങ്കിൽ ഇവനെയൊക്കെ കൊന്നുകളഞ്ഞേനെ. സത്യം പറഞ്ഞാൽ പാർട്ടിയുടെ വളർച്ചയെക്കുറിച്ച് കുറച്ചുകൂടി ആധികാരികമായി ചിന്തിക്കുക. പാർട്ടി ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ കുറിച്ച് ജോസ് കെ മാണി ആധികാരികമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ കേരള കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന മാണി സാറിന്റെ പഴയ ആ പാർട്ടി ചരിത്രത്തിന്റെ ഭാഗമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.